എമ്പുരാൻ സിനിമയ്ക്ക് പിന്തുണയുമായി കാട്ടാക്കടയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കാളിദാസ് തിയേറ്ററിന് മുന്നിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചിത്രത്തിന് പിന്തുണയുമായി എത്തിയത്. ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് തടയുമെന്ന് ഹനുമാൻ സേന എന്ന സംഘടന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത്. ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് BJP സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നതെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ തടയുമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിഷേധവുമായി BJPയോ സംഘപരിവാറോ തിയേറ്ററിലേക്ക് എത്തിയില്ല. മാറനല്ലൂർ, കാട്ടാക്കട എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് സംഘം സ്ഥലത്ത് എത്തിയിരുന്നു. കുറിച്ച് ഇവിടെ ഷൈൻ സൂചിപ്പിച്ചു. നമുക്കറിയാം, ഒരു സിനിമ, അത് ഏത് സിനിമയായാലും ആ സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ എടുത്തു മാറ്റണം എന്നതിനെ സംബന്ധിച്ച് ആ സിനിമ റിലീസ് ചെയ്ത ദിവസം മുതൽ, ആ സിനിമ സ്ക്രീനിലേക്ക് വന്ന ദിവസം മുതൽ കേരളമാകെ ചർച്ചയാണ്. RSSന്റെയും BJPയുടെയും IT സെല്ലുകളിൽ നിന്ന് പുറത്തു വരുന്ന വിഷലിപ്തമായ വാക്കുകൾ കേരളത്തിലാകെ ഒരു വർഗീയ കലാപമുണ്ടാക്കുന്ന നിലയിലേക്ക് പടച്ചുവിടുകയാണ്. സിനിമ എന്നത് കേവലം ഒരു കലയാണ്. ആ കലയെ സംബന്ധിച്ച്, അതിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ തിയേറ്ററിൽ കാണിക്കാൻ പാടില്ല എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ചില RSS ഹിന്ദു വർഗീയവാദികൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നത്, വർത്തമാനം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ്. കേരളം പോലൊരു സ്ഥലത്ത് ഈ രാജ്യത്ത് നടന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള, മനുഷ്യത്വരഹിതമായിട്ടുള്ള ചിത്രങ്ങളും സംഭവങ്ങളും ചരിത്രവും അത് ഒരു ചിത്രത്തിൻ്റെ പ്രമേയത്തിൻ്റെ ഭാഗമായി വന്നുപോയി എന്നതിൻ്റെ പേരിൽ ആ ചിത്രം സംവിധാനം ചെയ്ത സംവിധായകനെയും ആ ചിത്രത്തിൽ അഭിനയിച്ച ആളുകളെയും ആ ചിത്രം എഴുതിയ ആളുകളെയും ഉൾപ്പെടെ വ്യക്തിപരമായി വേട്ടയാടുന്ന നിലയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ RSSന്റെയും BJPയുടെയും കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്ന് നമ്മൾ കാണുകയാണ്.